ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഷോപ്പിലെത്തിയപ്പോഴാണ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ പോയിട്ടുള്ളത് ഇന്ന് കല്യാണ ഹൈപ്പർ മാർക്കറ്റിങ്ങാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിൽ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കണം, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ ഒന്നുമില്ല ഗൈസ്, കല്യാണ ഹൈപ്പർ മാർക്കറ്റിൽ പോലുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നിട്ട് ബോറടിച്ചു തുടങ്ങി. അപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് പോയതാണ്. തൊട്ടടുത്തുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചാൽ മതി, എന്നാലും ഒരാഗ്രഹം കെട്ടിയൻ്റെ കൂടെ പുറത്ത് പോകാനിട്ട്. അപ്പോൾ അതാ ഞങ്ങൾ കുറച്ച് സബോളയും പിന്നെന്താ റസ്ക്കൊന്നും എടുത്തില്ല കേട്ടോ, കുറച്ച് പച്ചക്കറികൾ മാത്രമാണ് എടുത്തത്. അപ്പോൾ സബോളയ്ക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സബോള എടുത്തു, പിന്നെ പച്ചമുളക് എടുത്തു, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കല്യാണിൽ അന്നത്തെ ദിവസം അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വുമൻസ് ഡേക്ക്, മദേഴ്സ് ഡേക്ക്, അങ്ങനത്തെ ഡേക്കൊക്കെ ഓഫർ ഉണ്ടാവും കേട്ടോ. പിന്നെ ഏതാണ്ടൊക്കെ ഡേക്ക് ഓഫർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഷേപ്പ് ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ തയ്ച്ച് ഉടനെ തന്നെ ഇട്ടതാണ്. പിറ്റേ ദിവസമാണ് കേട്ടോ അത് ഷേപ്പൊക്കെ ആക്കണത്. അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയൊരു അപകടം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇങ്ങനെ വിഷ്ണുവാണ് കേട്ടോ, വിഷ്ണുവിനും ഇഷ്ടമാണ് ഇങ്ങനത്തെ കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ പറക്കി എടുക്കാനായിട്ട്. എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകാൻ അതിനായിട്ട്. മണീസിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ, പക്ഷേ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനത്തെ നമ്മുടെ ബട്ടർനട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആ ബട്ടർനട്ട് എന്താ സംഭവം എന്നുണ്ടെങ്കിൽ, പണ്ട് ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് വന്നിട്ട് ബട്ടർനട്ട് വാങ്ങിച്ചിട്ട് അവരത് കഴിച്ചിട്ട് ഛർദ്ദിച്ചെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ അത് കഴിച്ചിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം എനിക്കത് കഴിച്ചിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. അത് കാരണം ഞാൻ ഇപ്പോൾ പോയപ്പോഴും ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഇതെല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ബില്ലിങ്ങിൽ എല്ലാ സാധനങ്ങളും കൊടുത്ത് അങ്ങനെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെന്താ വെച്ചാൽ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ്, ഒരു സാറ്റർഡേ നൈറ്റാണ് ഞങ്ങൾ ഈ ഒരു പർച്ചേസിങ്ങിന് പോണത്. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഡ്രസ്സൊക്കെ മാറി മുടിമേ ജസ്റ്റ് ഒരു പണിയിട്ടുണ്ട്. അത് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറ്, പക്ഷെ മുടി വല്ലാണ്ട് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുത്തരി അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടാ.